കുംഭമേളയിലേക്ക് വരുന്ന ഭക്തരിൽ സ്ത്രീ ശക്തിയുടെ പങ്കാളിത്തത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ഗോവിന്ദ് ഭല്ലവ് പന്ത് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ ഭാന്ത്രി നാരായണന്റെയും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന സിംഗിന്റെയും നേതൃത്വത്തിലാണ് ഈ ഗവേഷണം നടന്നിരിക്കുന്നത്. മഹാകുംഭമേളയുടെ വിവിധ പ്രവേശന കവാടങ്ങളിലും സ്നാനഘട്ടങ്ങളിലും തന്റെ പഠന സംഘത്തിലെ അംഗങ്ങൾ സന്നിഹിതരാണ് എന്നും മഹാകുംഭത്തിന് വരുന്ന ആളുകളോട് വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അവർ സംസാരിച്ചുകൊണ്ട് അവരുടെ പെരുമാറ്റവും ചിന്തയും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും ഡോക്ടർ അർച്ചന സിംഗ് പറയുന്നു. മഹാകുംഭമേളയ്ക്ക് വരുന്നവരിൽ നഗരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതലായി വരുന്നത്. ഇത്തവണ പ്രയാഗ്രാജ് മഹാകുംഭത്തിന് വരുന്ന ഭക്തരിൽ സ്ത്രീ ശക്തികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് കാണപ്പെടുന്നത്. സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുതലായിരിക്കുന്നുവെന്നും ഡോക്ടർ അർച്ചന സിംഗ് വ്യക്തമാക്കുന്നു. ഇതിനുള്ള കാരണം ഒരു വശത്ത് അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുകയും അതേപോലെ തന്നെ കുംഭമേള നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷിതത്വം തോന്നുകയും ചെയ്യുന്നുണ്ടെന്ന് ഉള്ളതാണ്. കൂടാതെ തന്നെ യുപിയിലെ സുരക്ഷിതമായ അന്തരീക്ഷം കാരണം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സ്വയം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ വീട്ടിൽ ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നവർ ഇപ്പോൾ സനാതനധർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. മതപരവും സാമൂഹികപരവുമായ സ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടും ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് മഹാകുംഭ് പഠന ഗ്രൂപ്പിലെ 17 അംഗ സംഘത്തിന്റെ നിഗമനം വെളിപ്പെടുത്തുന്നുണ്ട്. സ്ത്രീ ശക്തിയോട് ഇത്തവണ മഹാകുംഭമേളയിൽ അഖാഡകളുടെയും അവരുടെ മത നേതാക്കളുടെയും മനോഭാവം കൂടുതൽ ഉദാരമായിരുന്നുവെന്നും ഗവേഷണ സംഘത്തിലെ സീനിയർ ഫെല്ലോ ഡോക്ടർ നേഹ റായ് പറയുന്നു. അഖാഡകളിൽ സ്ത്രീ ഭക്തരോടുള്ള ബഹുമാനവും സ്വീകാര്യതയും വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി സ്ത്രീകൾ അഖാഡകളിലെ സന്യാസിമാരുടെയും മത നേതാക്കളുടെയും മുന്നിൽ തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ചർച്ചകൾ അതിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്നും ഡോക്ടർ നേഹ റോയ് കൂട്ടിച്ചേർത്തു. അതേസമയം മഹാകുംഭമേള സമാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കെ ഇതുവരെ പ്രയാഗ്രാജിലെത്തിയ ഭക്തരുടെ കണക്കുകൾ പുറത്തുവിട്ട് ഉത്തർപ്രദേശ് സർക്കാർ. 55 കോടി തീർത്ഥാടകർ കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തതായും സർക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഭക്തർ പുണ്യസ്നാനം ചെയ്യുന്നതിന്റെ ഡ്രോൺ ദൃശ്യങ്ങളും സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. രാജ്യത്തിന്റെ പൈതൃക സംസ്കാരത്തിന്റെ പ്രതീകമായ മഹാകുംഭമേള ഫെബ്രുവരി 26-നാണ് സമാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീയ യാത്രയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ ഒട്ടനവധി പേർ പങ്കെടുത്തിരുന്നു. ഇന്നലെ മാത്രം 1,15,00,000 തീർത്ഥാടകരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തതും. അതേസമയം ഇന്നോവോയിൽ ജയിലിൽ കഴിയുന്ന തടവുകാർക്കും പുണ്യസ്നാനം ചെയ്യാനുള്ള അവസരം സർക്കാർ ഒരുക്കി. ത്രിവേണി നദിയിൽ നിന്നും ജയിലിലെത്തിച്ച പുണ്യജലത്തിൽ തടവുകാർ സ്നാനം ചെയ്തു. നദിയിൽ നിന്നും ശേഖരിച്ച വെള്ളം വാട്ടർ ടാങ്കിൽ കലർത്തിയാണ് സ്നാനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതും. ജയിലിൽ പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.